ഹലോ ഫ്രണ്ട്സ്, ഈ കാണുന്ന ബോഗൻവില്ല പ്ലാന്റ് ഏകദേശം ഒരു 4-5 വർഷം മുന്നേ കളക്ട് ചെയ്ത പ്ലാന്റാണ്. അത്യാവശ്യം ഏജ് ഉണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ ഒരു മൾട്ടി കളർ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതിൻ്റെ മൊത്തം വിവരണവുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. കാരണം ഇത് A to Z ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെയുള്ള ഭാഗം ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് തന്നെ ഇതിനെ നമ്മൾ സൈഡിൽ വെച്ച് മുളപ്പിച്ചെടുത്ത് ഇതിൻ്റെ കമ്പുകളെ നമ്മൾ വളർത്തിയെടുത്തതാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ കമ്പിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തിയെടുത്ത ഓരോ കമ്പും സൈഡിൽ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വി ഷേപ്പ് ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ ബ്രാഞ്ചിലും നമ്മൾ ഓരോ കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നത്. നമ്മളിതിന് മുന്നേ ഓരോ വീഡിയോയിൽ കാണിച്ചിരുന്നു. നമ്മൾ തോല ഇളക്കിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റം നമ്മൾ കാണിച്ചിരുന്നു. അതുപോലെയുള്ള വേറൊരു രീതിയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇത് നമ്മൾ വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ കമ്പിലും ഓരോ കളറിനെ വ്യത്യസ്തമായ കളറിനെ പിടിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. ഏകദേശം 4 മാസം ടോട്ടൽ ഈ വീഡിയോ ഫുള്ളാവാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ടോട്ടലുള്ള ആ ഒരു വീഡിയോസാണ് ഇതിൽ ഫുൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നമ്മളിതുപോലെ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഓരോ കമ്പിനെയും ഇതുപോലെ നമ്മൾ ഓരോ കമ്പിലും ശ്രദ്ധാപൂർവം ഇളക്കം തട്ടാത്ത രീതിയിൽ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കുക. ഏകദേശം എല്ലാ സ്റ്റെമ്പിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ എയർ ടൈറ്റുള്ള കവർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രാഫ്റ്റ് ശരിക്കും നല്ല രീതിയിൽ പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ള കമ്പുകളിൽ തട്ടാത്ത രീതിയിൽ, അതുപോലെ തന്നെ ഇതിൽ ബാലൻസ് ചെയ്യാത്ത കമ്പുകൾ എല്ലാം തന്നെ ലീഫും കമ്പും നമ്മൾ കട്ട് ചെയ്ത് കളയണം. കാരണം വളർച്ച നമ്മുടെ ഇതിലേക്ക് തന്നെ വളർച്ച കിട്ടാൻ, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ആ കമ്പിലേക്ക് വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ വേറെ കമ്പുകളൊന്നും തന്നെ നിലനിൽക്കാൻ പാടില്ല. എല്ലാ ഗ്രാഫ്റ്റ് ചെയ്യാൻ കഴിയാത്ത കമ്പുകളൊക്കെ കാണും, അതെല്ലാം തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പിനെ മാത്രം അതിൽ നിർത്തുക. വേറെ മുകളങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരും കമ്പിൽ, അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 10 ദിവസത്തിന് ശേഷമുള്ള അവസ്ഥയാണിത്. അതിനുശേഷം നമ്മളിതിന് നല്ല രീതിയിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിൽ നമുക്ക് അതിനുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഗ്രോത്ത് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പുകൾക്ക് വളർച്ച കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ടോട്ടൽ 1 മാസത്തിന് ശേഷം നമ്മൾ ഇതിൻ്റെ കവറുകളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ കാണാം എല്ലാ ഗ്രാഫ്റ്റിലും തളിര് പിടിച്ചു വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ആയിട്ട് വളർന്നു വരുന്നുണ്ട്. ടോട്ടലി 2.5 മാസത്തിന് ശേഷം നമ്മളിതിനെ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനൊന്നുകൂടെ വളർച്ച ഗ്രോത്ത് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ലീഫുകളെല്ലാം തന്നെ, അതിലുള്ള ലീഫുകളെല്ലാം തന്നെ ഒഴിവാക്കുകയാണ്. കാരണം ലീഫുകൾ ഒഴിവാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ വീണ്ടും വരുന്ന വളർച്ച അതിൻ്റെ പുതിയ നാമ്പുകളിലേക്ക് വളർച്ച വരികയും കമ്പുകളും ബ്രാഞ്ചുകളൊക്കെ കൂടുതലായിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ലീഫുകളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുകുളം കട്ട് ചെയ്ത് അതിൻ്റെ മുൻവശം കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ബ്രാഞ്ചുകൾ കൂടുതൽ പൊട്ടി വരും. നമുക്കിതിനെ തിക്നെസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു
പ്രക്രിയയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഫുകളെല്ലാം തന്നെ ഒഴിവാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ലീഫുകളിലേക്ക് വളർച്ച പോവുകയുള്ളൂ. അതിനുശേഷം നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച അതിൽ എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. ആ ഒരു ലായനി നേർപ്പിച്ച് 10 കപ്പ് എന്ന രീതിയിൽ നമ്മളതിനെ നേർപ്പിച്ചിട്ട് അതിനെ നമ്മളിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് കൂടെ തന്നെ നമ്മൾ എല്ലുപൊടിയും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ വേറെയുള്ള പ്ലാന്റ്സുകളുണ്ട്, അതിനൂടെ നമ്മൾ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം 3.5 മാസങ്ങൾക്ക് ശേഷമുള്ളൊരു അവസ്ഥയാണിത്. നല്ല രീതിയിൽ തന്നെ ലീഫ് വന്നിട്ടുണ്ട്, ബ്രാഞ്ചുകളൊക്കെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഫ്ലവർ ചെയ്യുന്നില്ല, നല്ല വെയിലത്താണുള്ളത്, പക്ഷേ ഫ്ലവർ കുറവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 10 ദിവസത്തോളം നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കാത്ത രീതിയിൽ, വെള്ളം കൊടുക്കാതെ ചെടിയെ ഡ്രൈ ആക്കി നിർത്തിയിട്ടുണ്ട്. ലീഫെല്ലാം പൊഴിഞ്ഞു പോയിട്ട് പുതിയതായിട്ട് ഫ്ലവർ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിത് ചെയ്തിരുന്നു. അപ്പോൾ അത് ഈ പ്ലാന്റിന് ഞാൻ ആ ഒരു പ്രക്രിയയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ലീഫ് പൊഴിഞ്ഞു പോയി പുതിയ ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിന് 19 എന്ന നമ്മുടെ ആ രാസവളമുണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് ഡയലൂട്ട് ചെയ്തിട്ട് അടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു 10 ദിവസത്തോളം നമ്മൾ വെള്ളം ഒഴിക്കാൻ നിന്നുകൊണ്ട് നമുക്കിതിന് നല്ല രീതിയിലൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു വളം ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിറയെ ഫ്ലവർ വരും, ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം അതിന് ശേഷം ഒരു 15 ദിവസത്തിന് ശേഷം ഉള്ള അവസ്ഥയാണിത്. നല്ല രീതിയിൽ തന്നെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഫ്ലവർ പിടിച്ചിട്ടുണ്ട്. ഏകദേശം അതിനു ശേഷം വീണ്ടും ഒരു 10 ദിവസത്തിന് ശേഷം നല്ല തിക്നെസ് ആയിട്ട് തന്നെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇതിലൊരു പ്രശ്നം പറ്റിയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്ത സമയത്ത്, നമ്മൾ ആ ഉണക്കാനിട്ട സമയത്ത് നമുക്കൊരു അബദ്ധം പറ്റി. ഇത് ആരും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പുകൾക്ക് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടും അതിന് വളർച്ച നല്ല രീതിയിൽ എത്താത്തതുകൊണ്ടും ആ ചെയ്ത സമയത്ത് തന്നെ, ആ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് ഒരു പണി കിട്ടി. ഇത്രയും ഫ്ലവർ അല്ലായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഗ്രാഫ്റ്റഡ് നിങ്ങൾ ആദ്യം കണ്ടായിരുന്നല്ലോ. ഇതിലിപ്പോൾ 4 കളറേ ഉള്ളൂ ടോട്ടലി. യെല്ലോ 4-5 കമ്പിൽ ചെയ്തിട്ടുണ്ട്, അതാണ് 4-5 സ്ഥലത്ത് യെല്ലോ കാണുന്നത്. നമ്മൾ അവിടെ ഇവിടെ സ്പ്രെഡായിട്ട് കളർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ വയലറ്റ് കളർ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും മുളച്ചില്ല, അതെല്ലാം ഉണങ്ങിപ്പോയി. കാരണം നമ്മൾ ആ ഉണക്കാനിട്ട സമയത്ത് ഗ്രാഫ്റ്റഡ് കമ്പുകൾ കുറേ പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഉണക്കുമ്പോൾ, ഈ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഉണക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. നല്ല സ്ട്രോങ് ആയതിനു ശേഷം ഒരു 2 വർഷത്തിന് ശേഷമൊക്കെ നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഇത് ഞാൻ ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എൻ്റെ പ്ലാന്റിലെ കുറേ കമ്പുകൾ നശിച്ചു പോയത്. അങ്ങനെ ഇതിൻ്റെ ഈ പ്ലാന്റ് ഫ്ലവർ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഷോർട്സ് ഇട്ടിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് ഈ പ്ലാന്റ് സെയിലായിട്ടുണ്ട്. നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ 50 കിലോമീറ്റർ ഉള്ള ദൂരമുള്ള ഒരു സ്ഥലത്തൊരു ഗാർഡനിലേക്ക് ഈ പ്ലാന്റ് സെയിലായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആ ഗാർഡനിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ക്രിസ്റ്റീന ഹൈബ്രിഡ് നമ്മളൊരു പ്ലാന്റിലും ചെയ്തിരുന്നു. അത് അത്യാവശ്യം ഫ്ലവർ ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ, അത്യാവശ്യം ഗ്രോത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാന്റും കൂടെ ഈ കൂട്ടത്തിൽ സെയിലായിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ആ ഒരു ഗാർഡനിലേക്ക് കൊണ്ടുപോകുന്ന, ഗാർഡനല്ല, ഒരു വ്യക്തിയുടെ വീട്ടിലുള്ള, അയാൾ സ്വയം വീട്ടിൽ ചെയ്യുന്നൊരു ഗാർഡനാണ്, സെയിലിനുള്ളതല്ല, അയാളുടെ ക്രൈസാണ്. അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് ആ പ്ലാന്റ് കൂടെ ഈ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ കൊണ്ടുപോകണത്. ഈ കാണുന്നത് നമ്മുടെ ക്രിസ്റ്റീന ഹൈബ്രിഡാണ്.
അപ്പോൾ ഇതിൻ്റെ പോട്ട് നോക്കണ്ട, അത് ഞാൻ തൽക്കാലം നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊന്ന് കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രം കട്ട് ചെയ്തിട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള പോട്ടൊന്നും നിർമ്മിച്ചിട്ടുമില്ല, പിന്നെ മേടിച്ചിട്ടുമില്ല. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ്. നമ്മളിവിടെ നിന്നും മഞ്ചേരി നമ്മളാ പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇതാണ് ആ ഗാർഡൻ. നമ്മൾ അത് ഇറക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് നമ്മുടെ ക്രിസ്റ്റീന, അതുപോലെ നമ്മുടെ മൾട്ടി കളർ ഇതാണ്. ആ ഒരു ഗാർഡനിലുള്ളത് ഫുള്ള് ഫൈക്കസ് ഇനത്തിൽപ്പെട്ട ബോൺസായികൾ, ഒരു 50 വർഷം 70 വർഷമൊക്കെ പ്രായമുള്ള ഒരുപാട് ഫൈക്കസ് ഇനത്തിൽപ്പെട്ട ബോൺസായി, അതുപോലുള്ള ബാക്കി ഒരുപാട് വെറൈറ്റി വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ബോൺസായികളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇവിടെയുള്ള ഒരുപാട് ബോൺസായികളുണ്ട്, അതെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതുവരേക്കും എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു.